പരിചയപ്പെടുക. അതിന് അധികം സൗഹൃദം നടിച്ച ശേഷം അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനായി കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തി കൊടുക്കുക. ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി ലഹരിക്കടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചതായി പരാതി. മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം. വേങ്ങര ചേറൂർ സ്വദേശി ആലങ്ങൽ അബ്ദുൽ ഗഫൂറാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. 2020 +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 വരെ തുടർന്നെന്ന് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് വശീകരിച്ചത്. അതിനിടെയാണ് ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കിയത്. തുടർന്ന് പീഡനത്തിനിരയാക്കി. പ്രണയം നടിച്ചായിരുന്നു യുവാവ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് ലഹരിക്ക് അടിമയായെന്ന് പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ചികിത്സയിലൂടെ പെൺകുട്ടി ലഹരിയിൽ നിന്ന് മുക്തയായി. പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയതും. തുടർന്ന് കോട്ടക്കൽ പോലീസിനെ വീട്ടുകാർ സമീപിക്കുകയായിരുന്നു. അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തിരുന്നു. ചികിത്സക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ കോട്ടക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ ഫോണും പോലീസ് പിടിച്ചെടുത്തു. പോക്സോ കേസ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പരിചയപ്പെടുക. അതിന് അധികം സൗഹൃദം നടിച്ച ശേഷം അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനായി കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തി കൊടുക്കുക. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരണം ഉപയോഗിക്കുക. അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടിയ ഇടപെടലിൽ മെല്ലെ ഈ മറ്റ് ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെണിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത്. പോലീസിന് സഹായം വേണം. നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ MDMA വിറ്റതിന് മറ്റൊരു കേസുമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രണയം നടത്താൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടിമയാക്കിയിട്ട് പിന്നീട് ലൈംഗിക പീഡനം നടത്തുന്ന ഈ ഒരു സിസ്റ്റം രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സമയമാണത്. കുട്ടികളെ സ്ഥിരമായി നിരീക്ഷിക്കുക. അവരുടെ ബന്ധങ്ങൾ എന്താണ്, അവരുടെ സോഷ്യൽ മീഡിയയിലെ മൂവ്മെന്റുകൾ എല്ലാം വാച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണം ഞങ്ങൾ തരും.